യോസേപ്പിതാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിത്യം. നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ. നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിത ക്ലേശിതരങ്ങേ, പാവനപാദം വണങ്ങിടുന്നു. തിരുക്കുടുംബത്തിൻ മധ്യസ്ഥ, പ്രാഭവമോടെ വാഴുന്നു നീ. ആകുലപീഡിത ക്ലേശിതരങ്ങേ, പാവനപാദം വണങ്ങിടുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈശോ ലോകരക്ഷകനാണ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ വരവേൽക്കുന്നതിന് ഈ ഒരുക്കമായിട്ടാണ് നമ്മളിന്ന് ഈ നക്ഷത്ര ദീപം കത്തിക്കുന്നത്. ഈ നക്ഷത്രം പ്രകാശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും കൂടിയാണ്. നമുക്കറിയാം, നക്ഷത്രം നൽകുന്ന സൂചന പ്രത്യാശയുടേതാണ്. രക്ഷകന്റെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു വലിയ അടയാളമായി സ്വർഗത്തിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. വിജ്ഞാനികളായ കിഴക്കുനിരുന്ന രാജാക്കന്മാർക്ക് ഒരു മാസദീപമായി കൊടുക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 2. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ കണ്ടിട്ടാണ് ജ്ഞാനികള് യേശുവിനെ ആരാധിക്കാൻ വരുന്നത്. യേശു ജനിച്ചു എന്ന് അവരറിയുന്നതും അവർക്കായി ലോകരക്ഷകൻ ജനിച്ചു എന്ന് അറിയുന്നതും അത് സൂചിപ്പിക്കുന്ന നക്ഷത്രത്തെയാണ്. ഈ നക്ഷത്രം ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിന് ഒരു പ്രകാശമായിട്ട് നമ്മുടെ ഈശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്നത്തെ ഈ ദിവസം മുതൽ
നമ്മൾ അതിനുള്ള ഒരു ആരംഭം കുട്ടിയാണ്. അതിന് സൂചകമായിട്ട് നമുക്കിപ്പോൾ ഈ നക്ഷത്ര ദീപം പ്രകാശിപ്പിക്കാം. പാരീതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോദൻ വളർത്തുതാതാ ഞങ്ങൾ തൻ സംരക്ഷക. ആരീതിൻ പാപം നീക്കാൻ ഭൂവിതിൽ ജാതനായ ഈശോ തൻ വളർത്തുതാ